ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. നമ്മളുടെ പ്രവൃത്തിയില് പുണ്യപ്രവൃത്തി, പാപപ്രവൃത്തി എന്ന പ്രവൃത്തികളൊക്കെ എല്ലാവരും പറയാറുണ്ട്. എന്താണ് പുണ്യം, എന്താണ് പാപം? പുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് ഗുണമോ സന്തോഷമോ ജീവിതത്തിൽ ഉയർച്ചയോ, അതൊരു വാക്കായാലും പ്രവൃത്തിയായാലും അങ്ങനെ കിട്ടുന്ന ഒരു അവസരമാണ് പുണ്യപ്രവൃത്തിയായിട്ട് എല്ലാവരും കരുതാം. എല്ലാവരും പറയണ്ട അയാളുടെ പുണ്യം കൊണ്ടാണ്, മുൻജന്മ പുണ്യം കൊണ്ടാണ്, മുൻജന്മ പാപം കൊണ്ടാണ്. പാപവും പുണ്യവും എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ദുരിതവും ദുഃഖവും സങ്കടവും മറ്റൊരാളെ ഉപദ്രവിക്കുന്ന പ്രവൃത്തിയെല്ലാം പാപമാണ്. ഒരാളെ ദൃഷ്ടിയിൽ പോലും നോക്കുന്ന ആ ദൃഷ്ടിയിൽ പോലും പാപം ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പുണ്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു 100 കോടി പുണ്യം കിട്ടുന്ന പ്രവൃത്തിയാണ് ഒന്ന് അന്നദാനം. നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാത്തവർക്ക് നമ്മളിലുള്ള ഭക്ഷണത്തിന്റെ ഒരു പാതി അത് നമ്മൾ മറ്റുള്ളവർക്ക് നൽകാൻ ശ്രമിക്കാം. അന്നദാനം 1 കോടി പുണ്യം കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ്. വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കാൻ നമ്മളുടെ ചുറ്റുപാടിലൊക്കെ ഇന്ന് നമ്മൾ ധാരാളം പേരെ കാണാറുണ്ട്. അവർക്ക് വസ്ത്രം ധരിക്കാൻ വസ്ത്രമില്ല, അല്ലെങ്കിൽ അത്രയേറെ ദാരിദ്ര്യമുണ്ട് എന്ന് തോന്നുന്ന ഒരവസ്ഥയില്, ആരും ദരിദ്രനല്ല എങ്കിൽ പോലും ദാരിദ്ര്യമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കുകയോ തോന്നുകയോ ചെയ്യുന്ന അവസരത്തില് നമ്മളിലുള്ള വസ്ത്രത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പുതിയ വസ്ത്രമോ ഒരു വ്യക്തിക്ക് നമ്മളൊരു പാവപ്പെട്ട ഒരു ദരിദ്രന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ഒരു പുണ്യപ്രവൃത്തിയാണ്. ഏറ്റവും വലിയ പുണ്യദാനമാണ് അന്നദാനം. വയറ് നിറയെ ഭക്ഷണം വാങ്ങി കൊടുക്കുക. എന്ത് കൊടുത്താലും ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് വയറ് നിറയില്ല. പണം കൊടുത്താൽ പറയും കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ, വസ്ത്രം കൊടുത്താൽ പറയും കുറച്ചുകൂടെ നല്ല വസ്ത്രം കിട്ടിയിരുന്നെങ്കിൽ, ഒരു വീട് പണിത് കൊടുത്താൽ പറയും ഇതിനേക്കാൾ കുറച്ചുകൂടെ നല്ല സൗകര്യമുള്ളൊരു വീട് കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ എന്ത് കൊടുത്താലും എങ്ങനെയൊക്കെ എന്തൊക്കെ നമ്മൾ പുണ്യമായിട്ട് കിട്ടുന്നു വിചാരിച്ച് ദാനം കൊടുത്താലും ആ ദാനം ഒന്നും ആർക്കും മനസ്സ് നിറയാറില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം അന്നദാനം എന്ന് പറയുന്ന ദാനം അത് കോടി പുണ്യമുള്ളൊരു കാര്യം. കാരണം ഒരു വ്യക്തിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്, ഒരു ആൾക്ക് ഭക്ഷണം കൊടുക്കുക, അന്നദാനം കൊടുക്കുകയാണ്. ആ അന്നം വയറ് നിറച്ച് നമ്മൾ കൊടുത്തു, വയറ് നിറച്ച് കഴിച്ചു. വയറ് നിറച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയാം കുറച്ചുകൂടി അടുത്ത നാളെ വൈകിട്ടത്തെ കൂടെ അല്ലെങ്കിൽ നാളത്തെ ഭക്ഷണം കൂടി കഴിച്ചോളൂ വിശക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്ത് പറയും? മതി എന്ന് പറയും. അത് 1 കോടി പുണ്യമാണ് ആ മതി എന്ന് പറയുന്നത്. ആ പുണ്യത്തിന് വേണ്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? അന്നദാനം കൊടുക്കാൻ പറയുന്നത്. അന്നം കഴിച്ച് വയറ് നിറഞ്ഞവന്റെ ആ മനസ്സ് നിറയുന്നത് പോലെ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ പുണ്യങ്ങളും നിറയുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് അന്നദാനം മഹാദാനമായിട്ട് കരുതിയിരിക്കുന്നത്. അത് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കൊക്കെ 1 കോടി പുണ്യം കിട്ടും. പിന്നീട് വരുന്നതാണ് വസ്ത്രം, ദാനം, പണം, ഇതൊക്കെ. അത് ഓരോ നക്ഷത്രക്കാർക്കും ഒരുപാട് ദാനങ്ങൾ പറയുന്നുണ്ട്. പല ദാനങ്ങൾ ചെയ്താൽ നമുക്ക് പുണ്യം കിട്ടുമെന്നും പറയുന്നുണ്ട്. പക്ഷെ അന്നദാനം മഹാപുണ്യമുള്ളൊരു ദാനം തന്നെയാണ്. ആരോടും നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ടൊരു പാപകർമ്മം ചെയ്താൽ അത് പാപമാവില്ല. പക്ഷെ ദാരിദ്ര്യം ഉള്ളവനെ നമ്മൾ എന്ത് ചെയ്യണം? അവന് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോലും നമ്മൾ അയാൾക്ക് വയറ് നിറച്ച് ഭക്ഷണവും വസ്ത്രവും താമസിക്കാനൊരിടവും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് എന്തുണ്ടാവും? നമുക്ക് പുണ്യം ഉണ്ടാവും. പിന്നെ മറ്റൊന്നാണ് ഭാഷണം കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക. ഒരു വ്യക്തി ഒരാളെ ചവിട്ടിക്കൊല്ലുന്നതിനോ കുത്തിക്കൊല്ലുന്നതിനോ ഉള്ളതിനേക്കാളേറെ ദോഷകരമായ ഒരു പ്രവൃത്തിയാണ്. ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു, ഇയാൾ കൊന്നു, കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നു. പക്ഷെ അതിനേക്കാളേറെ ഒരു നീച പ്രവൃത്തിയാണ് ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് ഹിംസിക്കുക എന്നുള്ളത്. പലരും പറയാറുണ്ട് എന്നെ അവർ ഇൻസൾട്ട് ചെയ്തു, സംസാരം കൊണ്ട് ഞാൻ ഇൻസൾട്ട് അനുഭവിച്ചു. പക്ഷേ ഒരു നീചമായ പ്രവൃത്തി, ഒരു പ്രയോജനമില്ലാത്ത ഭാഷണം ചെയ്ത് മറ്റൊരാളുടെ മനസ്സും ശരീരവും ഒക്കെ വേദനിപ്പിക്കുക. മനസ്സ് വേദനിച്ചാൽ ശരീരം വേദനിക്കുക. ശരീരത്തിലെ വേദനയോ മുറിവോ ഒന്നും കാണാൻ പറ്റില്ലായിരിക്കും, എങ്കിലും മനസ്സ് വേദനിക്കുന്ന ആ പ്രവൃത്തി അത് വളരെ ദോഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മനുഷ്യരാണ്. മൃഗങ്ങളായാലും സംസാരിക്കാത്തതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള ചിന്തയില്ല. അപ്പോൾ 1 കോടി പുണ്യം കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ. രണ്ടാമത്തെ പ്രവൃത്തി തന്നെയാണ് ആരെയും ഭാഷണം കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക. ഭാഷണം കൊണ്ട് ഒരാളെയും നമ്മൾ വിഷമിപ്പിക്കാതിരിക്കുക. അറിയാതെ ആണെങ്കിൽ പോലും നമ്മളൊരു ഭാഷണം ഒരു വ്യക്തിയിൽ പറയേണ്ടി വന്നു, അയാളിൽ വേദന ഉളവാക്കിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രായശ്ചിത്തമായിട്ട് പരിഹാരം ചെയ്ത് അതിനെ ഒഴിവാക്കിയെടുക്കുക. പിന്നീട് മറ്റൊരു കാര്യമാണ് വൃദ്ധരും മാതാപിതാക്കളുമായവരെ നമ്മൾ സംരക്ഷിക്കേണ്ടത്. വൃദ്ധരും മാതാപിതാക്കളുമായവർക്ക് ഭക്ഷണമായാലും വസ്ത്രമായാലും അവർക്ക് വേണ്ട തരത്തിലുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കുന്നത് കൊണ്ട് നമ്മൾക്ക് 1 കോടി പുണ്യം കിട്ടുന്നുണ്ട്. കാരണം ഈ എല്ലാവരും പറയും അവരെ നോക്കിയിട്ടൊന്നും നമുക്കൊരു പുണ്യം കിട്ടുന്നില്ല. പക്ഷെ ഈ പുണ്യം എന്ന് പറഞ്ഞാൽ അത് പുണ്യമായിട്ട് കയ്യിൽ കിട്ടുന്ന ധനമോ സമ്പത്തോ മാത്രമല്ല. നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമിയിൽ ഐഹിക ജീവിതത്തിൽ ലൗകിക സുഖത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായ ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് മറ്റൊരു തരത്തിലുണ്ട്. പുണ്യങ്ങൾ എങ്ങനെ അനുഭവിക്കാം എന്നതിനെ കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള പിന്നെ കടപ്പാടില്ലാത്ത നന്മ,
നമ്മൾ ഒരാൾക്കൊരു കാര്യം ചെയ്തു കൊടുത്തു, അയാൾക്ക് ആ ചെയ്തു കൊടുത്തത് അത് ഉപകാരമാവട്ടെ, എത്ര കാര്യമുള്ള ഉപകാരമായിക്കോട്ടെ, അത് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ഒരാൾക്കൊരു ഉപകാരം ചെയ്തു, അവനിൽ നിന്ന് എനിക്ക് തിരിച്ചത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ദുഃഖിതരാവാതിരിക്കുക. അയാളത് ചെയ്തില്ല എന്ന് വിചാരിച്ച് നമുക്കൊന്നും സംഭവിക്കാതിന്റെ ഇപ്പുറത്ത് നമ്മളെ മറ്റാരെങ്കിലും സഹായിക്കുക. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രവൃത്തിയും നമ്മൾ ലോക നന്മയ്ക്കായിട്ടോ മറ്റൊരാളുടെ നന്മയ്ക്കായിട്ടോ ചെയ്യുന്ന പ്രവൃത്തി, അതും നമുക്ക് പുണ്യം ഉളവാക്കുന്ന ഒരു പ്രവൃത്തി കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് എപ്പോഴും ചെയ്യുന്ന പ്രവൃത്തിക്ക് കടപ്പാടുകളോ തിരിച്ച് ഒരു പ്രത്യുപകാരമോ പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുക. പിന്നീടുള്ളതാണ് കാരുണ്യം അല്പം പോലും ഇല്ലാത്തവൻ ചെയ്യുന്ന പുണ്യകർമ്മം. അതായത് കാരുണ്യമുള്ളവനെ പുണ്യകർമ്മം ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരുണ്യം ഇല്ലാത്തവൻ, മനസ്സിൽ ദുഷ്ടവും ദയയും നീചപ്രവർത്തികളും ഹിംസചിന്തകളും ഒക്കെ വെച്ചുകൊണ്ട് അവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്ത് കാര്യത്തിനാ പേര് കിട്ടുക. പക്ഷെ അങ്ങനെ ചെയ്യുന്നവന് ഒരു പുണ്യകർമ്മമല്ല, അവന് പുണ്യവും കിട്ടില്ല. അപ്പം അതുകൊണ്ട് കാരുണ്യമുള്ളവൻ, മനസ്സിലെ കാരുണ്യം, ദയ, അനുകമ്പ ഇതെല്ലാം ഉള്ളവന് മാത്രമേ പുണ്യകർമ്മം ചെയ്യാൻ അവകാശമുള്ളൂ. അതായത് ഈ അഷ്ടാംഗ വിധികൾ പ്രകാരം അവന് അരുണ, ഗരിമ ഇവനെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളവന് മാത്രമേ നമുക്ക് ഈ പുണ്യകർമ്മം ചെയ്താൽ ഫലം കിട്ടുള്ളൂ. അതുകൊണ്ട് കാരുണ്യം അല്പവും പോലും ഇല്ലാത്തവൻ ഒരിക്കലും പുണ്യകർമ്മം ചെയ്യാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അവന് പുണ്യം കിട്ടണമെങ്കിൽ അവൻ്റെ മനസ്സ് മുഴുവനും കാരുണ്യവും ദയയും എല്ലാം ഹൃദയത്തിലുണ്ടായിരിക്കണം. ഏറ്റവും വലിയ മഹാദാനമാണ് അന്നദാനം. അതിൽ നിന്ന് കിട്ടുന്ന കോടി കോടി പുണ്യം കൊണ്ട് നമുക്ക് തൃപ്തരാകാൻ കഴിയും.